ഇൻ ഗ്രീനറിയിലേക്ക് സ്വാഗതം. മഞ്ഞളിൻ്റെ അമൂല്യവും അറിയപ്പെടാത്തതുമായ ഗുണങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള പുതിയ വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സിഞ്ചിബറേസി ഫാമിലിയിൽപ്പെട്ട ഒരു ചെടിയാണ് മഞ്ഞൾ. ഇംഗ്ലീഷിൽ ടർമറിക് എന്നും ഹിന്ദിയിൽ ഹർദി എന്നും അറിയപ്പെടുന്നു. കുർക്കുമ ലോങ്ക എന്ന ശാസ്ത്രീയ നാമമുള്ള പച്ചമഞ്ഞൾ ആരോഗ്യത്തിലും സൗന്ദര്യ സംരക്ഷണത്തിലും ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ഫൈറ്റോ ന്യൂട്രിയൻറ്റുകൾ അടങ്ങിയതും എന്നാൽ ചെലവ് കുറഞ്ഞതുമായ ഔഷധ സസ്യമാണ് മഞ്ഞൾ. മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന പോളിഫിനോളിക് സംയുക്തമാണ് കുർക്കുമിൻ. ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളും ആൻറ്റി ആർത്രൈറ്റിക് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും ഉൾക്കൊള്ളുന്നു. വൈറ്റമിൻ B6, വൈറ്റമിൻ സി, നിയാസിൻ, റിബോഫ്ലാവിൻ, കാൽഷ്യം, അയൺ, പൊട്ടാസ്യം, മാംഗനീസ്, സിങ്ക്, മഗ്നീഷ്യം തുടങ്ങിയ ധാതുക്കളും പോഷകങ്ങളും നിറഞ്ഞതാണ് മഞ്ഞൾ. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഏറ്റവും മികച്ചതാണ് പച്ചമഞ്ഞൾ. രോഗപ്രതിരോധ വ്യവസ്ഥയെ തകർക്കുന്ന ഫ്രീ റാഡിക്കൽസുമായി പോരാടാൻ കഴിയുന്ന ശക്തമായ ആൻറ്റി ഓക്സിഡൻ്റാണ് മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന കുർക്കുമിൻ. നാം മാർക്കറ്റിൽ നിന്നും വാങ്ങുന്ന മഞ്ഞൾപ്പൊടിയിൽ കുർക്കുമിൻ്റെ അംശം തീരെ കാണുന്നില്ല. കാരണം കുർക്കുമിൻ എക്സ്ട്രാക്ട് ചെയ്തെടുത്തതിന് ശേഷമുള്ള ഘടകമാണ് മഞ്ഞൾപ്പൊടിയായി പാക്കറ്റ്സിൽ ലഭിക്കുന്നത്. അതുകൊണ്ട് പച്ചമഞ്ഞൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. മഞ്ഞളിലെ പ്രധാന സംയുക്തം കുർക്കുമിൻ ആണ്. എന്നാലും അതിൻ്റെ ശരീരത്തിലെ ജൈവ ലഭ്യത പരിമിതമാണ്. അതിനാൽ മഞ്ഞൾ മാത്രം കഴിക്കുന്നതിലുപരി അതിൻ്റെ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനായി ഏതെങ്കിലും ഒന്നോ രണ്ടോ ഘടകങ്ങളുമായി സംയോജിപ്പിച്ച് മഞ്ഞൾ കഴിക്കുക. മഞ്ഞൾ കുരുമുളകുമായി ചേർത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ കുരുമുളകിൽ അടങ്ങിയിരിക്കുന്ന സംയുക്ത പൈപ്പറിൻ ബ്ലഡിലേക്കുള്ള കുർക്കുമിൻ്റെ അബ്സോർപ്ഷനെ വർദ്ധിപ്പിക്കുന്നു. വെറ്റിലയും മഞ്ഞളും ചേർത്തരച്ച് വേദനയോ അലർജിയോ ഉള്ളിടത്ത് പുരട്ടിയാൽ സ്കിന്നിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. ഫാറ്റ് ഡിസോൾവ് ചെയ്യുന്ന ഒരു സംയുക്തമാണ് കുർക്കുമിൻ. ശരീരത്തിലെ ഫാറ്റ് കുറച്ചുകൊണ്ട് ബോഡി വെയ്റ്റ് കുറയ്ക്കുന്നതിനും മഞ്ഞളിന് കഴിയും. മഞ്ഞൾ മിതമായ അളവിൽ കഴിക്കുന്നത് പ്രയോജനകരവും സുരക്ഷിതത്വവുമാണ്. അയണിൻ്റെ കനത്ത ശേഖരം മഞ്ഞളിലുണ്ട്. ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക. പ്രസവിച്ച സ്ത്രീകൾക്ക് പച്ചമഞ്ഞളും നാട്ടുമാവിൻ്റെ പട്ടയും ചേർത്ത് വെള്ളം തിളപ്പിച്ച് കുളിക്കാൻ നൽകുന്നത് നാട്ടിൻപുറങ്ങളിൽ സർവ്വസാധാരണമായ രീതിയാണ്. ചർമ്മത്തിൻ്റെ ആരോഗ്യവും തിളക്കവും വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ മഞ്ഞളിനോളം വരില്ല മറ്റൊന്നും. കറുത്ത പാടുകൾ കുറയ്ക്കുന്നതിനും സോറിയാസിസ്, എക്സിമ തുടങ്ങിയ ചർമ്മരോഗങ്ങളെ അകറ്റുന്നതിനും മഞ്ഞൾ ഏറെ സഹായിക്കുന്നു. ഇതിൻ്റെ ശക്തമായ ആൻറ്റിബാക്ടീരിയൽ, ആൻറ്റിസെപ്റ്റിക് ഗുണങ്ങളാണ് പാടുകൾ നീക്കം ചെയ്യുന്നത്. പ്രാണികളുടെ ഉപദ്രവത്തിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കാനും മഞ്ഞൾ ഉപയോഗിക്കാം. മഞ്ഞൾ ചേർത്ത എണ്ണ പുരട്ടിയാൽ ഏകദേശം 9 മണിക്കൂർ വരെ കൊതുക് പോലുള്ള പ്രാണികളുടെ ഉപദ്രവത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടാം. മഞ്ഞൾ കഴിക്കുന്നത് തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തുകയും ഓർമ്മശക്തി നിലനിർത്തുകയും ചെയ്യുന്നു. അതിനാൽ തന്നെ അൽഷിമേഴ്സ് പോലെയുള്ള അവസ്ഥകളെ തടയാൻ മഞ്ഞളിന് കഴിയും. മഞ്ഞൾ ബീറ്റ അമലോയിഡുകൾ അടിഞ്ഞുകൂടുന്നത് തടയുകയും അൽഷിമേഴ്സ് രോഗികളുടെ ബ്രെയിനിൽ കാണുന്ന നിക്ഷേപങ്ങളെ വിഘടിപ്പിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല പാർക്കിൻസൺസ് രോഗികൾക്കും മഞ്ഞൾ ഗുണകരമാണ്. ജലദോഷം, ശ്വസന സംബന്ധമായ അസുഖങ്ങൾ എന്നിവ തടയാൻ മഞ്ഞൾ വളരെ നല്ലതാണ്. ആസ്മ മൂലമുള്ള പ്രയാസങ്ങൾ ലഘൂകരിക്കുന്നതിനും മഞ്ഞളിൻ്റെ സ്ഥിരമായ ഉപയോഗം സഹായിക്കും. മഞ്ഞളും ഉപ്പും ചേർത്ത് തിളപ്പിച്ച വെള്ളം ഗാർഗിൾ ചെയ്യുന്നതും മഞ്ഞൾ, തുളസിയില, പനിക്കൂർക്കയില ഇവ 1 കപ്പ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആവി കൊള്ളുന്നതും പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്ത് വളരെ നല്ലതാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിൽ മഞ്ഞളിലെ കുർക്കുമിൻ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങൾ ഇൻസുലിൻ ഉൽപ്പാദനം മെച്ചപ്പെടുത്തുന്നതിനും ബ്ലഡിലെ ഷുഗറിൻ്റെ അളവ് കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു. ഡയബറ്റിക് പേഷ്യൻസ് ഭക്ഷണത്തിൽ മഞ്ഞൾ കൂടുതലായി ഉപയോഗിക്കുകയാണെങ്കിൽ സ്വാഭാവിക ഗുണങ്ങൾ ലഭിക്കുന്നതോടൊപ്പം ഇൻസുലിൻ ഉൽപ്പാദനം ക്രമീകരിക്കാനും സഹായിക്കും.
കരൾ രോഗത്തെ ചെറുക്കാൻ മഞ്ഞൾ ഫലപ്രദമാണ്. മഞ്ഞളിൽ അടങ്ങിയ കുർക്കുമിന് കരൾ കോശങ്ങളെ ആരോഗ്യകരമായി നിലനിർത്താൻ കഴിയും. അതിനാൽ മദ്യപാനം മൂലമോ മരുന്നുകളുടെ അമിത ഉപയോഗം കൊണ്ടോ കരൾ രോഗം ബാധിച്ചവരിലും ഇത് ഫലപ്രദമാണ്. മാറിയ ഭക്ഷണരീതികൾ എല്ലുകളുടെ വളർച്ചയ്ക്കും ബലത്തിനും ആവശ്യമായ പോഷകങ്ങൾ നൽകുന്നില്ല. എന്നാൽ എല്ലുകളുടെ ആരോഗ്യത്തിന് ആവശ്യമായ ഘടകങ്ങൾ നൽകാൻ മഞ്ഞളിന് കഴിയും. അതിനാൽ കാൽഷ്യം ഉൾപ്പെടെയുള്ളവ കുറവുള്ളവർ കൂടുതലായി മഞ്ഞൾ ഉപയോഗിക്കുന്നത് ഗുണം ചെയ്യും. മാത്രമല്ല മഞ്ഞൾ ദഹനം മെച്ചപ്പെടുത്തുന്നു. വായുകോപം, വയർവീക്കം എന്നിവ കുറയ്ക്കുന്നു. ദഹന പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണം ദഹിക്കാത്ത കൊഴുപ്പാണ്. 1 പീസ് മഞ്ഞളും 1 പീസ് ഇഞ്ചിയും 5 കുരുമുളകും ചേർത്തരച്ച് തേൻ ചേർത്ത് ഉപയോഗിക്കുന്നത് മേൽപ്പറഞ്ഞ അവസ്ഥകൾക്കും ചുമ, കഫക്കെട്ട് എന്നിവയ്ക്കും ഫലപ്രദമാണ്. ബയൽ ജ്യൂസ് അഥവാ പിത്തരസത്തിൻ്റെ സെക്രീഷന് മഞ്ഞൾ പ്രധാന പങ്ക് വഹിക്കുന്നു. ഇത് ബയൽ ഡക്റ്റിൽ നിന്നും ബയൽ ജ്യൂസിനെ പുറന്തള്ളുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയും അത് കാരണം ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്ത് ദഹന പ്രശ്നങ്ങൾ തടയാനോ ഇല്ലാതാക്കാനോ ഉള്ള നമ്മുടെ ശരീരത്തിൻ്റെ കഴിവിനെ മെച്ചപ്പെടുത്തുന്നു. മാത്രമല്ല ഇൻഡസ്റ്റൈനിലെ നല്ല ബാക്ടീരിയാസിൻ്റെ വളർച്ച ത്വരിതപ്പെടുത്തുകയും ഇൻഡസ്റ്റൈനിൻ്റെ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കാൻ സഹായിക്കുന്നതിനാൽ പല അസുഖങ്ങളെയും തടയാനും സാധിക്കുന്നു. ധാരാളം ആരോഗ്യ ഗുണങ്ങളാൽ സമ്പന്നമാണ് മഞ്ഞളും പാലും. ഇവ രണ്ടും ഒരുമിച്ച് ചേരുമ്പോൾ നിരവധി രോഗങ്ങളെ തുരത്താനുള്ള മികച്ച പ്രതിവിധിയായി. 1 പീസ് മഞ്ഞൾ ഇട്ട് തിളപ്പിച്ച് പാൽ കുടിക്കുന്നത് നല്ലതാണ്. ഇത് സ്ഥിരമായി കുടിക്കുന്നത് ഒരു പരിധിവരെയുള്ള രോഗങ്ങളെ അകറ്റി നിർത്തും. ശരീരഭാരവും കുടവയറും കുറയ്ക്കാനും മഞ്ഞൾപ്പാൽ കുടിക്കുന്നത് നല്ലതാണ്. എന്നാൽ ഇതിനായി കൊഴുപ്പ് കുറഞ്ഞ പാലാണ് തിരഞ്ഞെടുക്കേണ്ടത്. ആയുർവേദ മരുന്നുകളിൽ മഞ്ഞൾ ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. ഇതിലടങ്ങിയിട്ടുള്ള ആൻറ്റിബയോട്ടിക് ഘടകങ്ങൾ വേദന, ഒടിവ്, ചതവ് തുടങ്ങിയവ സുഖപ്പെടുത്തുന്നതിന് സഹായിക്കുന്നു. മഞ്ഞളിലെ ബയോ ആക്റ്റീവ് കോമ്പൗണ്ടായ കുർക്കുമിൻ ശരീരത്തിലെ വീക്കം തടയാൻ സഹായിക്കുന്നു. മഞ്ഞളിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളാണ് വീക്കം കുറയ്ക്കാൻ സഹായിക്കുന്നത്. മഞ്ഞളിൻ്റെ ശക്തമായ ആൻറ്റിസെപ്റ്റിക്, ആൻറ്റിബാക്ടീരിയൽ ഗുണങ്ങൾ ഒരു അണുനാശിനിയായി പ്രവർത്തിക്കുന്നു. മുറിവുകളിൽ പുതിയ ടിഷ്യൂ രൂപീകരണത്തെയും കൊളാജൻ സിന്തസിസിനെയും വേഗത്തിലാക്കുന്നു. മാത്രമല്ല ക്യാൻസറിനെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന ഫലപ്രദമായ ആൻറ്റിനോപ്ലാസ്റ്റിക് അഥവാ ട്യൂമർ ഫോർമേഷനെ തടുക്കുന്നതിന് മഞ്ഞളിന് കഴിയും. ഹൃദ്രോഗികൾക്ക് ഹൃദയത്തിലേക്കുള്ള ധമനികളിലെ തടസ്സം നീക്കി സുഗമമായ രക്തപ്രവാഹം സാധ്യമാക്കുന്നു. കറികളും പാലും പോലുള്ള കൊഴുപ്പടങ്ങിയ ആഹാരത്തിനോടൊപ്പം മഞ്ഞൾ ചേർത്ത് കഴിച്ച് ശരീരത്തിൽ കുർക്കുമിൻ്റെ ലഭ്യത വർദ്ധിപ്പിക്കുക. ഉണക്കിയ മഞ്ഞൾ പുകയ്ക്കുന്നത് അന്തരീക്ഷത്തുള്ള ഫംഗസ് മാറാൻ നല്ലതാണ്. മഞ്ഞൾ അരച്ചു പുരട്ടിയാൽ അനാവശ്യ രോമങ്ങൾ നീക്കാൻ കഴിയും. മുഖകാന്തി വർദ്ധിപ്പിക്കുകയും അപകടകാരികളായ ബാക്ടീരിയകളെയും ഫംഗസിനെയും ശരീരത്തിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്യുന്നു. മഞ്ഞളും നാരങ്ങ നീരും ചേർത്തുള്ള മിശ്രിതം ആയുർദൈർഘ്യത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം സഹായിക്കുന്നു. മഞ്ഞൾ കെട്ടിയ ചരടും മഞ്ഞൾ മുക്കിയ ചരടും തമിഴ്നാട്ടിലെ സ്ത്രീകൾ ഉപയോഗിച്ച് വന്നിരുന്നത് മഞ്ഞളിൻ്റെ അത്യപൂർവമായ രോഗപ്രതിരോധ ശേഷിയെക്കുറിച്ചുള്ള അവരുടെ അറിവിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. മഞ്ഞളും വേപ്പിലയും കുഴമ്പ് രൂപത്തിൽ അരച്ചെടുത്ത് ലേപനം ചെയ്യുന്നത് ത്വക്കിലുണ്ടാകുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. ചിക്കൻ പോക്സ് മുതലായ പകർച്ചവ്യാധികൾ കൊണ്ടുണ്ടാകുന്ന ത്വക്കിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി പഴയകാലം മുതൽ ഈ ലേപനം ഉപയോഗിച്ചു വരുന്നു. ഇനി കുർക്കുമ അരോമാറ്റിക് എന്ന ശാസ്ത്രീയ നാമമുള്ള കസ്തൂരി മഞ്ഞൾ സ്കിൻ ടാനുകളെ ചികിത്സിക്കുന്നു. എണ്ണമയമുള്ള ചർമ്മസ്ഥിതിയെ ഒഴിവാക്കുന്നു. മുഖക്കുരുവിനെ പ്രതിരോധിക്കുന്നു. വാർദ്ധക്യത്തിൻ്റെ ലക്ഷണങ്ങൾക്കെതിരെ പോരാടുന്നു. മാത്രമല്ല മുഖത്തെ രോമ വളർച്ചയും കുറയ്ക്കുന്നു. നിങ്ങളുടെ സൗന്ദര്യ സംരക്ഷണ ദിനചര്യയിൽ ഇപ്പറഞ്ഞ ഗുണങ്ങൾ ലഭിക്കാനായി കസ്തൂരി മഞ്ഞളും ചന്ദനവും ചേർത്ത് കുഴമ്പ് രൂപത്തിൽ പുരട്ടാവുന്നതാണ്. നിറത്തിലും ഗുണത്തിലും പൊന്നായ ഈ ഔഷധ സസ്യങ്ങളെ നമ്മുടെ വീട്ടിൽ തന്നെ നട്ടു വളർത്തി ഉപയോഗിക്കുക. സ്ഥലപരിമിതിയുള്ളവർക്ക് ഗ്രോ ബാഗിലോ ചെടിച്ചട്ടികളിലോ ടെറസിന് മുകളിൽ നട്ടു വളർത്താവുന്നതാണ്. ഈ വീഡിയോ ഉപകാരമായെങ്കിൽ
തുടർന്നും ഇത്തരത്തിലുള്ള എൻ്റെ വീഡിയോസ് ലഭിക്കുന്നതിനായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.